സ്വാമിയേ ശരണമയ്യപ്പ. തുലാം മാസം 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നട തുറന്നു. ഇനി മണ്ഡല മകരവിളക്കിൻ്റെ തിരക്കാണ്, ഉത്സവങ്ങളാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ധാരാളം അയ്യപ്പന്മാർ ഇത്തവണ വന്നെത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ഈ കലികാലത്ത് നാം എല്ലാവരും ഈ കലിയുഗവരതനായ അയ്യപ്പൻ്റെ നടയിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ ദുഃഖം ഏറെക്കുറെയൊക്കെ ശമിക്കുമെന്നുള്ളത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് 5, 6, 7 ദിവസത്തെ വ്രതമെടുക്കാതെ 41 ദിവസത്തെ കൃത്യമായ വ്രതമെടുത്ത് ശബരിമലയിൽ പോവുക. എനിക്ക് തോന്നുന്നു മിക്കവാറും വൃശ്ചികം 1-ന് തന്നെ എല്ലാവരും രാവിലെ മാലയിട്ടിരിക്കും. മാലയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മാലയിടുക. പക്ഷേ 41 ദിവസത്തെ ആ വ്രതം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ശബരിമലയിൽ പോകേണ്ടത്. ശബരിമലയിലേക്ക് മാലയിടാനുള്ള സമയം രാവിലെ തന്നെയാണ്. അതുപോലെ മല കയറാനുള്ള സമയവും രാവിലെ തന്നെയാണ്. വെറും വയറിൽ തന്നെ കയറണം. ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം. ആരോഗ്യം മോശമാണെങ്കിൽ ഭഗവാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി, അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതി. അതുകൊണ്ട് നിർബന്ധം അയ്യപ്പൻ പറയുന്നില്ല. നമ്മുടെ ആരോഗ്യമാണ് വലുത്. നാം പല പ്രാവശ്യം മല ചവിട്ടിയിട്ടുണ്ട്, അയ്യപ്പനെ കണ്ടിട്ടുണ്ട്, അതെല്ലാം മതി എന്ന് വയ്ക്കുക. ആരോഗ്യമുള്ളവർ, എപ്പോഴും കാണുന്ന നിർബന്ധമുള്ളവർ വളരെ പതുക്കെ സാവധാനം മല കയറി ഭഗവാനെ കാണുക. ഭഗവാനെ കാണുമ്പോൾ ഇരുമുടിക്കെട്ട് നിറയ്ക്കണം. ഇരുമുടിക്കെട്ട് നിറയ്ക്കുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ വർഷവും പറയാനുള്ളത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക. അത്യാവശ്യം സാധനങ്ങൾ മാത്രം നമുക്ക് കൊണ്ടുപോയാൽ മതി. നേരിട്ട് ദർശനം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ ജയകുമാർ സാറാണ് പ്രസിഡൻറ്റ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം ക്യൂവിൽ നിൽക്കാതെ തന്നെ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും തൊഴാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മുടെ നെയ്യ് അഭിഷേകം കഴിഞ്ഞ് ആ നെയ്യ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കഴിയുന്നത് 1 വർഷം സൂക്ഷിക്കുക. അല്പം ഉപയോഗിക്കുക. കുട്ടികൾക്ക് അത് കൊടുക്കുക. ആ പ്രസാദവും ആ ഭസ്മവും ഒക്കെ തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളെ തീർക്കുവാനുള്ള ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. അതുകൊണ്ട് നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകം കഴിഞ്ഞിട്ടുള്ള ആ നെയ്യും അവിടെ നിന്ന് കിട്ടുന്ന ഭസ്മവും നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കുക. കുറച്ചായി എല്ലാവരും അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ മണ്ഡലകാലം എല്ലാവരും വ്രതമെടുത്ത് പോകാൻ കഴിയുന്നവരെല്ലാം വ്രതമെടുത്ത് ശബരിമലയിൽ പോവുക. വെർച്വൽ ക്യൂവിൻ്റെ സംവിധാനം ഏതാണ്ട് ഡിസംബർ 3 വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയുന്നു. എന്തായിരുന്നാലും വെർച്വൽ ക്യൂവിന് ബുക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. കുട്ടികളെ കൊണ്ടുപോകുന്നത് വളരെ സൂക്ഷിക്കണം. മഴ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കുട്ടികളെ സൂക്ഷിച്ചു കൊണ്ടുപോകുക. വയസ്സായവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചു വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഭഗവാന് ചാർത്താനുള്ളത് എന്താണ്? പ്രധാനമായിട്ട് നെയ്യാണ്. നല്ല ശുദ്ധമായ നെയ്യ് വാങ്ങിച്ച് നമ്മുടെ തേങ്ങയിൽ ഒഴിച്ച് ഭഗവാനെ കൊണ്ടുപോയി അഭിഷേകം ചെയ്യുക. അതുപോലെ മാളികപ്പുറത്തമ്മയ്ക്കും വേണ്ടതൊക്കെ മാളികപ്പുറത്തമ്മയ്ക്കും നൽകുക. തൊട്ടുപിറകെ ഒരു നവഗ്രഹത്തിൻ്റെ ഒരു അമ്പലമുണ്ട്. അവിടെയും തൊഴുതിന് ശേഷം മടങ്ങുക. ഭക്തിയോടുകൂടി ആ ഭഗവാനെ നാം ദർശിച്ചാൽ ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പറയാനുള്ളതെല്ലാം മറന്നുപോകുമെങ്കിലും ഭഗവാനൊന്ന് മനസ്സിൽ വിചാരിച്ച് എന്താണോ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചിട്ട് വരിക. വന്നതിന് ശേഷം സന്തോഷത്തോടുകൂടി സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുവാൻ അയ്യപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ.